കൊടുക്കുക. മരിച്ചയാളിന്റെ പൂർണ്ണരൂപം മനസ്സിൽ സങ്കല്പിക്കുക. മരിച്ചയാളിന്റെ നക്ഷത്രം അല്ലെങ്കിൽ തുണുക അറിഞ്ഞുകൂടാത്തവർ തിരുവോണം നക്ഷത്രം മനസ്സിൽ സങ്കല്പിക്കുക. ഓം നമോ നാരായണായ നമ. കൊല്ലവർഷം 1199 ആണ്ട് കർക്കിടക മാസം 19-ാം തീയതിയും വ്രതം നക്ഷത്രവും അമാവാസി തിഥിയും ചേർന്ന ഈ ശുഭദിനത്തിൽ തിരുവിനെയും മാനവിക പരമ്പരപ്പെട്ട പിതൃക്കളെയും ജ്ഞാത അജ്ഞാത പിതൃക്കളെയും അഗ്നിശോധാദി പിതൃക്കളെയും ശംഖുമുഖം തീർത്ഥസന്നിധിയിൽ ആവാഹികളായി സങ്കല്പിച്ച് ആഗച്ഛ ആഗച്ഛ ദുർവാസനെ ആവാഹയാമി. മരിച്ചയാളെ സങ്കല്പിച്ച് പീഠത്തിൽ സമർപ്പിക്കുക. 3 പ്രാവശ്യം ജലം കൊടുക്കുക. ഗംഗാഭിഷേകം സമർപ്പയാമി. 3 പ്രാവശ്യം ചന്ദനം കൊടുക്കുക. കളഭാഭിഷേകം സമർപ്പയാമി. 3 പ്രാവശ്യം എണ്ണ കൊടുക്കുക. തിലകാഭിഷേകം സമർപ്പയാമി. ഈ ദർഭയുടെ പുറത്തിട്ടിട്ട് പറയുക പൂർണ്ണരൂപം സമർപ്പയാമി. ഒരു പൂവെടുത്ത് മുഖത്തൊഴിഞ്ഞ് പിതൃപൂജ സമർപ്പയാമി. വീണ്ടും ഒരു പൂവെടുത്ത് ശ്രാദ്ധകർമ്മങ്ങൾക്ക് വിഘ്നങ്ങളൊന്നും വരുത്തുവാതിരിക്കാൻ വേണ്ടി ശ്രീ ഗണേശ ഭഗവാനെ മനസ്സിൽ ധരിച്ച് ഓം വിഘ്നേശ്വര മാനസ സങ്കല്പ പിതൃപൂജ സമർപ്പയാമി. മുമ്പോട്ട് നീട്ടിയിട്ട് തൊടുക. പീഠത്തിന് മുമ്പോട്ട് നീട്ടിയിട്ട് തൊടുക. വീണ്ടും ഒരു പൂവെടുത്ത് പിതൃകൾക്ക് മോക്ഷമേറുന്ന ശ്രീ വിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓം അനാദി യതനാനന്ദ ശംഖുചക്ര ഗതാഗത അക്ഷയ പുണ്ടരീകാക്ഷ പ്രേതമുക്തി ത്രിഭുവൻ ഓം നമോ നാരായണായ നമ. വിഷ്ണു ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് മുമ്പോട്ട് നീട്ടിയിട്ട് തൊഴുക. വീണ്ടും ഒരു പൂവെടുത്ത് നിങ്ങളുടെ പിതൃക്കളെല്ലാം ആ പീഠത്തിലുണ്ടെന്ന് സങ്കല്പിച്ച് പീഠത്തിലിട്ട് തഴുക. ഒരു പൂവിനോട് എടുത്ത് പിതൃവിനെ സങ്കല്പിച്ച് ദുർബലിൽ 3 പ്രാവശ്യം ഒഴിയുക. ദുർബലിൽ 3 പ്രാവശ്യം ഒഴിയുക. പീഠത്തിലിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ മരിച്ച പിതൃവിനെയും മറ്റെല്ലാ പിതൃക്കളെയും മനസ്സിൽ സങ്കല്പിച്ച് തൊട്ടു തൊഴുക. കയ്യിൽ കിടക്കുന്ന പവിത്രമൂടി തേവരിക്കുന്ന ഇലയിൽ വയ്ക്കുക. ചോറിരിക്കുന്ന ഇലയിൽ നിന്നും അല്പം ചോറ് ആ ഇലയിൽ മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള ചോറെടുത്ത് പഴവും വെള്ളം ചേർത്ത് പിണ്ടം മുറിക്കുക. കുറച്ച് ചോറ് മാറ്റിവെച്ചതിന് ശേഷം ബാക്കിയുള്ള ചോറെടുത്ത് വെള്ളം പഴവും കുറച്ച് തീർത്ഥവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഉരുട്ടുക. ശേഷം ഉരുട്ടി വച്ചിരിക്കുന്ന ഉരുള വലത് കൈയിൽ എടുക്കുക. അതോടൊപ്പം ഒരു പുഷ്പം, കുറച്ചു ചന്ദനം, കുറച്ചു തിലം, അല്പം ഗംഗാതീർത്ഥം എന്നിവ ചേർത്ത് നെഞ്ചോട് ചേർത്ത് ഭക്തിപൂർവം പിതൃവിന്റെ പൂർണ്ണരൂപം മനസ്സിൽ ധ്യാനിച്ച് പറയുക. ഓം നമോ നാരായണായ. ഓം ബ്രഹ്മദേവായ നമ. ഉരുട്ടിയ ശേഷം പിണ്ടം ചോറിരിക്കുന്ന ഇലയിൽ വയ്ക്കുക. കൊല്ലവർഷം 1199 ആണ്ട് കർക്കിടക 9-ാം തീയതി ശുദ്ധമാക്കുക. പുണ്യദിനത്തിൽ പിതൃവിന് ശ്രാദ്ധപിണ്ഡം ഊട്ടുന്നതിനായി പിണ്ഡം ഞാനിതാ സമർപ്പിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോഴോ പവിത്രമെടുത്ത് വീണ്ടും ധരിക്കുക. അറിഞ്ഞോ അറിയാതെയോ മാതാവിനോടോ പിതാവിനോടോ